സാമ്പത്തികമായും സൈനികമായും അതിശക്തരായ രാജ്യമാണ് റഷ്യ. റഷ്യയിൽ നിന്നൊരു ആക്രമണമുണ്ടായാൽ അതിനെ ചെറുത്തു നിൽക്കുക എന്നത് അത്ര എളുപ്പമല്ല. അമേരിക്കയുൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും റഷ്യൻ ആക്രമണങ്ങളിൽ യുക്രൈൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പതനം അതിന് തെളിവാണ്. ഇപ്പോഴിതാ റഷ്യയുമായൊരു സംഘർഷമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് തയ്യാറെടുപ്പുകൾ നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ. ഫിൻലാൻഡിലുള്ള റഷ്യൻ അംബാസിഡർ പവൽ കുസ്നെറ്റ്സോവ് RIA നോവോസ്റ്റിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ അത്തരം ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. റഷ്യയുമായുള്ള ഒരു സംഘർഷത്തിന് തയ്യാറെടുക്കാൻ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നതിലൂടെ ഫിന്നിഷ് അധികാരികൾ യുദ്ധമനോവിഭ്രാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിൽ ഭയം വളർത്താനുള്ള ശ്രമമായാണ് ഈ നീക്കത്തെ കാണുന്നതെന്നാണ് കുസ്നെറ്റ്സോവ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സൈനിക തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യം വിവിധ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കുറ്റപ്പെടുത്തുന്നതനുസരിച്ച് പൊതുജനാഭിപ്രായം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന FUD, അപ്പീൽ ടു ഫിയർ തുടങ്ങിയ പ്രചാരണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫിൻലാൻഡിലെ നേതൃത്വം ജനങ്ങളിൽ ഭയം നിറയ്ക്കുന്നതായാണ് വിവരം. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമനുസരിച്ച് ഫിൻലാൻഡ് ഭരണകൂടം മാധ്യമങ്ങളിലൂടെ ബോംബ് ഷെൽട്ടർ നവീകരണം, ഷൂട്ടിംഗ് ക്ലബ് നെറ്റ്വർക്കുകളുടെ വികാസം, സൈനികരുടെ സേവന പ്രായപരിധി വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നാറ്റോ സഖ്യത്തിൽ പ്രവേശിക്കാൻ യുക്രൈൻ ശ്രമം നടത്തിയതിൽ നിന്നാണ് റഷ്യ യുക്രൈന് മേൽ ആക്രമണം തുടങ്ങിയത്. യുക്രൈൻ്റെ തിടുക്കത്തിലുള്ള ഈ നാറ്റോ പ്രവേശനത്തെയും പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചതിനെയും ന്യായീകരിക്കുന്നതിനായി ഫിന്നിഷ് സർക്കാർ ശ്രമം നടത്തുന്നതായാണ് അദ്ദേഹം പറഞ്ഞത്. റഷ്യയുടെ ഏകദേശം 1300 കിലോമീറ്റർ നീളമുള്ള അതിർത്തി ഫിൻലാൻഡ് പങ്കിടുന്നുണ്ട്. 2023 ഏപ്രിലിലാണ് യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിലേക്ക് ഫിൻലാൻഡ് ഔദ്യോഗികമായി ചേരുന്നത്. അതിനുശേഷം ഫിന്നിഷ് സർക്കാർ തങ്ങളുടെ പ്രതിരോധ നയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് സൈനിക പരിശീലനവും സിവിൽ തയ്യാറെടുപ്പ് പരിപാടികളും വിപുലീകരിച്ചിരുന്നു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആയുധ പരിശീലനത്തിൽ ഫിൻലാൻഡുകാർക്കിടയിലുള്ള താൽപ്പര്യം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. രാജ്യത്തിൻ്റെ ഷൂട്ടിംഗ് റേഞ്ചുകളിൽ അംഗത്വ വർധനവ് ഉണ്ടായിട്ടുണ്ട്. റഷ്യൻ അംബാസിഡർ പറയുന്നതനുസരിച്ച് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി 300-ലധികം പുതിയ ഷൂട്ടിംഗ് സൗകര്യങ്ങൾ തുറക്കാനുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 നവംബറിൽ ഒരു സായുധ സംഘടനത്തിന് എങ്ങനെ തയ്യാറെടുക്കാമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം ഫിൻലാൻഡ് പുറപ്പെടുവിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഫിൻലാൻഡിനു പുറമെ മറ്റനവധി രാജ്യങ്ങളും തങ്ങളുടെ ജനങ്ങളെ ഒരു യുദ്ധത്തെ നേരിടുന്നതിനു വേണ്ടി തയ്യാറാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിരവധി നോർഡിക് രാജ്യങ്ങൾ ഒരു യുദ്ധത്തിനോ മറ്റ് അപ്രതീക്ഷിത പ്രതിസന്ധികൾക്കോ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് തങ്ങളുടെ ജനങ്ങളെ ഉപദേശിക്കുന്ന വിവരങ്ങളടങ്ങിയ ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം പ്രതിസന്ധിയോ യുദ്ധമോ ഉണ്ടായാലെന്ന തലക്കെട്ടോടു കൂടിയാണ് സ്വീഡൻ തങ്ങളുടെ രാജ്യത്ത് ലഘുലേഖ വിതരണം ചെയ്തത്. നോർവേ അവരുടെ ജനങ്ങൾക്ക് നൽകിയ ലഘുലേഖയിൽ കാലാവസ്ഥ, യുദ്ധമല്ലെങ്കിൽ മറ്റ് ഭീഷണികൾ തുടങ്ങിയവയെ ഒരാഴ്ചത്തേക്കെങ്കിലും അതിജീവിക്കാൻ ജനങ്ങളെ തയ്യാറാക്കുന്ന മാർഗങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഡെൻമാർക്കിൻ്റെ അടിയന്തര മാനേജ്മെൻറ്റ് ഏജൻസി പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ വ്യക്തികൾക്ക് എത്രമാത്രം വെള്ളം, ഭക്ഷണം, മരുന്ന് എന്നിവ ആവശ്യമാണെന്നുള്ള വിവരങ്ങളാണ്. ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ ഒരു പ്രാദേശിക അഭിമുഖത്തിന് നൽകിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ റഷ്യൻ ആക്രമണമുണ്ടായാൽ നേരിടാൻ ടിന്നിലടച്ച ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും അദ്ദേഹം സംഭരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് മുന്നിൽ റഷ്യ എക്കാലത്തെയും ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഏത് നിമിഷവും റഷ്യയിൽ നിന്നൊരാക്രമണം പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യുക്രൈൻ പോരാട്ടത്തിൽ റഷ്യ ഏകദേശം വിജയിച്ച മട്ടാണ്. യുക്രൈനെ പൂർണ്ണമായും നിലംപരിശാക്കി കഴിഞ്ഞാൽ റഷ്യ തങ്ങൾക്ക് നേരെയും തിരിയുമെന്നുള്ള ഭയം നാറ്റോ രാജ്യങ്ങൾക്കുണ്ട്. നാറ്റോ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ നാറ്റോയുടെ ഈ വാദത്തെ അസംബന്ധമെന്ന് പറഞ്ഞാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നാറ്റോ രാജ്യത്തെ ജനങ്ങളെ വെറുതെ ഭയപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാണ് പുടിൻ ഇതിനോട് പ്രതികരിച്ചത്.